കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിരവധി പേരെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്ത്രീകളെയും കോളേജ് വിദ്യാർത്ഥിനികളെയും സ്കൂൾ കുട്ടികളെയും ഒരുപാട് പേര് പരിശോധന നടത്തിയപ്പോൾ ഒരുപാട് പേരെ കൊന്നു കുഴിച്ചുമൂടിയിരിക്കുകയാണ്. ഒരു ശുചീകരണ തൊഴിലാളിയാണ് വെളിപ്പെടുത്തിയത് ഇന്ന സ്ഥലത്ത് അയാൾ കുഴിയെടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നും ഈ സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്ത് ജീവനോടെയൊക്കെ ആയിരിക്കും കുഴിച്ചിടുന്നത്. 13ാമത്തെ പോയിന്റിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 13ാമത്തെ പോയിന്റിൽ തന്നെ 3 തലയോട്ടികളും അതുപോലെ 60 അസ്ഥി കഷ്ണങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതിനു മുമ്പ് കിട്ടിയതൊക്കെ തന്നെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗജന്യ എന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയും 2-3 യൂട്യൂബർമാർക്കും കർണാടകയിലുള്ള മെയിനായിട്ടൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അതുപോലെ വേറുള്ള യൂട്യൂബർമാർക്കായിരുന്നാലും മാധ്യമ പ്രവർത്തകർക്കായിരുന്നാലും ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കുകയും കൂട്ടത്തോടെ ഇളവി വന്ന് ഈ 13ാമത്തെ പോയിന്റ് പരിശോധിച്ച് മണ്ണിളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തോടെ കൂടിളവി വരിങ്ങണക്ക് വന്ന് അവിടെ ആക്രമണം അങ്ങ് അഴിച്ചുവിടുകയാണ് ചെയ്തത്. മാരകായുധങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് മർദ്ദിക്കുകയും ഗുരുതരാവസ്ഥയിലൊക്കെയാണ് എല്ലാവരും. എന്നിട്ട് ഈ സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീടിന്റെ ഭാഗത്തു നിന്നും ഒരു യൂട്യൂബർ വീഡിയോ പകർത്തി അതിനുശേഷമാണ് അവരെ കാറ് അടിച്ച് തകർക്കുകയും അടിച്ച് തകർത്ത് ഇത് ഇനി അറ്റം പിടിക്കപ്പെടും എന്നുള്ളൊരു 13ാമത്തെ പോയിന്റിൽ ഒരുപാട് മനുഷ്യനെ കുഴിച്ചു മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പിടിക്കപ്പെടും. ഇതിന് പിന്നിൽ ഒരു ഗ്യാങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ അടി കൂടിയവന്മാർക്ക് ഈ വന്ന് അടി ഉണ്ടാക്കിയവന്മാർക്ക് ഇതിൽ ഒരുപാട് പേർക്ക് പങ്ക് കാണും. അത് ഈ കള്ളി വെളിച്ചത്താവും എന്നായപ്പോഴാണ് ഇവരിവിടെ നിന്ന് പിരിഞ്ഞു പോവാനും അവിടെ പിന്നെ പരിശോധന നടത്താതിരിക്കാൻ വേണ്ടിയിട്ടും ഇവർ കഴിവിൻ്റെ പരമാവധി ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പട്ടാളക്കാരെയൊക്കെയാണ് ഇറക്കുമെന്ന് പറയുന്നത്. പോലീസുമാർ കാവലായിരുന്നാലും അവിടെ നിൽക്കുന്നുണ്ട്. നല്ല ഭയങ്കരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റത്. അപ്പോഴ് അതിൻ്റെ കുറച്ച് ഈ ഭാഗങ്ങൾ ഒന്ന് കാണാം. മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. 3 പേർക്ക് പരിക്കുണ്ട്. വാർത്ത നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി ഞങ്ങളുടെ പ്രതിനിധി ബൈജുവും മറ്റ് മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തു വരികയായിരുന്നു. ഒരുപക്ഷെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരും എന്ന് ഭയമുള്ളവരാകാം ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം മുന്നോട്ട് വരേണ്ടത്. സത്യം പുറത്തു വരാൻ ആരൊക്കെയാണ്, പുറത്തു വരുന്നതിൽ ആരൊക്കെയാണ് ഭയക്കുന്നത് എന്നും പ്രധാനമാണ്. ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഇപ്പോൾ വലിയ ഇതിൽ ഒരുപാട് പേര് ഭയക്കുന്നുണ്ട്. ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ആ 13ാം പോയിന്റിന്റെ ഭാഗം എത്തി അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് ഇത് എല്ലാം കൂടി കൂട്ടത്തോടെ ഇളകിയത്. യൂട്യൂബർമാരെയൊക്കെ അടിച്ച് പാവം അതൊക്കെ ഗുരുതരാവസ്ഥയിലാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ആക്രമണത്തിലേക്ക് പോലും അവർക്ക് സത്യം പുറത്തു വരുമെന്നതിന് ഒരു വലിയ ഭയമുണ്ടായിരിക്കും. ബൈജു ധൈര്യപൂർവ്വം ഇപ്പോഴും ആ പ്രദേശത്തുണ്ട്. ഇപ്പോഴും ഭീഷണി തുടരുന്നുണ്ടോ ബൈജു? രഞ്ജിത്തെ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ മർദ്ദനമുണ്ടായത്. ഈ ഡി ഗ്യാങ് എന്ന് പറയുന്നത് വീണ്ടും ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ ഇറങ്ങിയിരിക്കുന്നു. ആ ഒരു സംഘമാണ് മാധ്യമപ്രവർത്തകരെ ക്രൂരമായി ചെയ്യുന്നത്. നമ്മളോടൊപ്പം ജയന്ത് ചേരുന്നു, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി ജയന്ത് ആയിരുന്നു. എന്താണ് ഇപ്പോൾ മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്? വീണ്ടും ഒരു ഡി ഗ്യാങ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ? എന്താണ് അതിപ്പം ആദ്യമായിട്ട് ന്യൂസ് 18 വന്നപ്പം നിങ്ങളെ ചേട്ടൻ തന്നെ ഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവ എങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത് ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഇതേപോലെ ചെയ്തായിരുന്നു. അതാണ് അവർ ഒത്തിരി പബ്ലിസിറ്റി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ചെയ്ത് ഇന്നത്തെ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. 3 മാധ്യമ പ്രവർത്തകരാണ് മണ്ഡലം അറ്റാക്ക് ചെയ്തത്. അന്ന് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ അടിച്ചു പൊളിച്ച് വിടുകയല്ല, അവരെ നിലത്തിട്ടൊരു കുറഞ്ഞ ഒരു 50-60 പേര് കൂടി ചവിട്ടിയത്. അത് അഭിഷേക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവൻ ബാക്കിയായി കിട്ടിയെന്ന് പറയാം. എന്നാലിപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റിയാൽ അവന് ഫുള്ള് സീരിയസ് ആയിട്ട് തന്നെ ഉണ്ട്.
പിന്നെ സന്തോഷ്, റാംപേജ്, പിന്നെ അവരുടെ ക്യാമറാമാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ മനോജ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് വരുമായിരുന്നു. നാട്ടിൽ പോയെന്ന് വേണ്ടി എനിക്ക് എൻ്റെ വണ്ടിക്ക് അഡ്ഡായിട്ടിട്ട് എന്നെ അടിക്കാൻ നോക്കിയതാണ്. അങ്ങനെയായിട്ട് എൻ്റെ കൂടെ ഉള്ളവൻ്റെ തലയ്ക്കും എറികൊണ്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ വാഹനം, മാധ്യമപ്രവർത്തകരുടെ ഉപകരണം ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാം നശിപ്പിച്ചു. അതിനകത്ത് ഇത് കുള്ളറാം പേജിൻ്റെ ആണെങ്കിൽ അതിനകത്ത് ആ കാർഡുള്ളല്ലോ, അത് സമയത്ത് ഇവൻ്റെ എടുത്തുകൊണ്ട് പോയി. അന്നേരം അത്ര വലിയൊരു ഗ്യാങ്ങാന്ന് പറയും ഇവിടെ, ഡി ഗ്യാങ് എന്ന് പറഞ്ഞാൽ. എന്താണ് ആക്ഷൻ കമ്മിറ്റിക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? ഇങ്ങനെ ഒരു ആക്രമം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്തരത്തിൽ പുറത്തു കണ്ടില്ല ഈ ഒരു ഗ്യാങ്. എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രകോപനം, ഇങ്ങനെ ഒരു ആക്രമം ഉണ്ടാവാൻ സാധ്യത? അല്ല, അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇങ്ങനെ ഒരു ഇത് ഉണ്ടായില്ല. അവിടെ പരിശോധന നടത്തിയ, പക്ഷേ ഈ 13-ാം പോയിന്റ് പരിശോധന നടത്തിയപ്പോൾ അവിടെയാണ് കൂടുതലും മൃതശരീരങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്. ഈ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളെ ആയിരുന്നാലും ഓട്ടോ ഓടുന്നവരാണ് കൂടുതലും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഓട്ടോയിലായിരുന്നാലും ഈ പെൺകുട്ടികൾ ഓട്ടോ വിളിച്ച് അവരെ വീടുകളിൽ പോകാനായിട്ടായിരുന്നാലും, അതുപോലെ ഒരുപാട് വിദേശികൾ വരുന്നുണ്ട് അവിടെ. ആ വിദേശികളൊക്കെ ഈ ഓട്ടോ വിളിച്ചാണ് ഇവർ ഈ ധർമ്മസ്ഥലയിലോട്ട് പോണത്. അപ്പം അവിടെ ഇങ്ങനെ ഓട്ടോ വിളിക്കുന്ന സമയത്ത് ഇവരെ ഓട്ടോയിലൊക്കെ കയറ്റി കൊണ്ടുപോയി ഇവരെ ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊന്ന് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മരണങ്ങളാണ്. ചിലപ്പം മരിക്കുപോലും ഇല്ല, കൊണ്ടുവന്ന് ഉയിരോടെ ആയിരിക്കും എടുത്ത് കുഴിച്ചിടുന്നത്. ആ ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട്, അയാൾക്ക് ആ അവസാനം അങ്ങ് അറപ്പായി, വിഷമം എങ്ങനെ പറഞ്ഞു തീർക്കണമെന്ന് അറിഞ്ഞില്ല. ബാക്കിയുള്ളവരൊന്നും ഇല്ല, ഇതിൻ്റെ പിന്നിലൊക്കെ നിന്നവർ, കുറച്ച് പേര് കുഴിച്ചിടാനൊക്കെ നിന്നവരൊക്കെ അവരൊക്കെ മരണപ്പെട്ടു, ആരൊക്കെയോ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരാൾ ജീവനോടെ ഇരിപ്പുണ്ട്. അയാൾ സത്യം പുറത്ത് വന്ന് അയാൾക്ക് ഇങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ച് ആൾ വെച്ചേക്കുമായിരുന്നു. അതെല്ലാം അങ്ങ് പറഞ്ഞു തീർക്കണമെന്നായി പോലീസിൻ്റെ മുന്നിലൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ സത്യം വെളിച്ചത്ത് വരികയും അങ്ങനെ എത്രയോ പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുത്തു. അതിൽ ആദ്യമൊക്കെ കുറച്ച് ഭാഗമൊക്കെ അസ്ഥികളോ അങ്ങനെ അങ്ങോട്ടൊക്കെ കിട്ടി. ഇതിപ്പോൾ ഈ ഭാഗത്തുനിന്ന് 3 തലയോട്ടിയും അതുപോലെ 60 എത്രയോ അസ്ഥികളും ഇങ്ങനെ കിട്ടി. ഇനി അവിടെ ഒരുപാട് ഇനിയിപ്പോൾ പരിശോധന നടത്തും. ഇനിയിപ്പോൾ പട്ടാളക്കാരെ ഇറക്കുന്നെന്നാണ് പറയണത്. ആൾക്കാർക്ക് മനസ്സിലാക്കണം ഇവന്മാരുടെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാർ കുറേ പെണ്ണുങ്ങളെ ആണുങ്ങളെ കൊന്ന് തിന്ന നാറികളാന്ന് പറയാം. അതുകൊണ്ട് അവർക്കിപ്പം ചോര തളച്ചുകൊണ്ടിരിക്കുക, ഇവരെല്ലാം ജയിലിൽ പോകുമെന്നൊരു ചിന്തയായി പേടിക്കൊണ്ട് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ ഇന്നലെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ടി എന്നെ അറ്റാക്ക് ചെയ്യാനിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നാളെ തുടങ്ങി എനിക്കും. അതായത് SIT അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു, പിടിക്കപ്പെടും അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്തുന്നു എന്നൊരു തോന്നൽ ഇവർക്കുണ്ടായി. 100% പ്രതികളിൽ എത്തുന്നതായി എന്നായി കഴിഞ്ഞപ്പോഴത്തേന് ഇവരുടെ രീതി അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ചില ഏഷ്യാനെറ്റ് മാധ്യമക്കാർ വന്നായിരുന്നു, അവരെ വേണ്ടി അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവരെ വേണ്ടി ഒരു അറ്റാക്കും ചെയ്തില്ല, എന്നാലും അവരെ വേണ്ടി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക, അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുന്നില്ല, ഏത് മാധ്യമക്കാർ വന്ന് ഇവിടെ വന്നാൽ സത്യാസത്യം അയക്കാതെ നീ കള്ളത്തരം ഇനിയൊരു പക്ഷമായിട്ട് ജോലി ചെയ്യരുത് ഞാൻ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞോളാം. ഇവിടെ ചിലവർ വന്നിട്ട് അങ്ങനെ കുറേ പണികൾ ചെയ്യുന്നുണ്ട്. ആ പണി എങ്ങനെയാണ് ഇപ്പോൾ നാളത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? SIT പരിശോധന ഉണ്ടാകുമോ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഈ ആക്ഷൻ കമ്മിറ്റി കരുതുന്നത്? അതിപ്പം നാളെ ശോധന ഉണ്ടോ ഇല്ലയോ എന്ന് അത് ഗവൺമെൻറ് ഓഫീസറിൻ്റെ ലെവലിൽ വരണം, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നമ്മളെ എന്താണെന്ന് വെച്ചെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ മഹേഷ് തിമ്മറുടെ ഇന്നത്തെ സന്ധിക്ക് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നാളെയാണെന്നല്ലോ അത് കാണും. അതിനകത്ത് ഇത് ഒരു അട്ടിമറിക്കപ്പെടും എന്നൊരു ആശങ്കയുണ്ടോ? അന്വേഷണം അല്ല എന്നു വെച്ചാൽ ഇപ്പം അവരെ അട്ടിമറിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെ പോലെയുള്ളവരെ വേണ്ടി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വെളിയിൽ പോട്ടെ എന്ന് പറഞ്ഞു, വെളിയിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞു, അതൊന്നും പോയല്ല. അതാണ് ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഡി ഗ്യാങ്ങിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ അക്രമം ഉണ്ടായിരിക്കുന്നത്. നമ്മളും കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം തന്നെ ഈ വാഹനങ്ങൾ തകർത്തതും ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിലെല്ലാം ന്യൂസ് 18 സംഘം ഇന്നും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആശുപത്രി, ഇവരെ പ്രവേശിപ്പിച്ച ആശുപത്രിയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ 5 പേരാണ് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ 5 പേരാണെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടേക്കുന്നത്. എല്ലാം ഗുരുതരാവസ്ഥയിലാണ്. എല്ലാം കൊണ്ടും മാരകായുധങ്ങൾ കൊണ്ട് അവരെയൊക്കെ തലയ്ക്ക് അടിച്ചതാണ്. ഇവന്മാരൊക്കെ ജയിലിലാവും എന്നുള്ള ഒരിതായപ്പോഴത്തേക്കാണ്, പിടിക്കപ്പെടും എന്നായപ്പോഴത്തേക്ക് ആണ് ഈ കൂടോടെ ഇളവിയത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത്. എന്തായാലും ഇവിടെ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്തുക, അത് ഇനി എങ്ങനെ നാളെ SITയുടെ അന്വേഷണം എങ്ങനെയായിരിക്കും എന്നത് വളരെ പ്രധാനമാണ്. രഞ്ജിത്ത്, അതാണ് ബൈജു. ഒപ്പം ഇന്ന് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, അതായത് പ്രധാന പ്രദേശങ്ങളിലൊക്കെ പോയിന്റുകളിലൊക്കെയുള്ള പരിശോധന ഉണ്ടായിരുന്നു. കൂടുതൽ വനപ്രദേശങ്ങളിലേക്ക് കയറിയുള്ള പരിശോധനയായിരുന്നല്ലോ ഇന്ന്. അസ്ഥികൂടങ്ങളും തലയോട്ടുകളും മറ്റും കണ്ടെടുത്തു. അതായത് കൃത്യമായി ബൈജു പുറത്തുവിട്ട വാർത്തയുടെ തെളിവുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
തീർച്ചയായും രഞ്ജിത്ത്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ SIT ശേഖരിച്ചു കഴിഞ്ഞു. പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം രഹസ്യ സ്വഭാവത്തിലാണ് SIT മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് 13-ാം പോയിന്റിൽ പരിശോധന നടത്തുമെന്ന് പറഞ്ഞ് അവിടെ ഒരുക്കങ്ങൾ നടക്കവേ വളരെ പെട്ടെന്ന് നാടകീയമായിരുന്നു ഈ വനത്തിനകത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. 11 മണിക്ക് സാധാരണ ഇത്തരത്തിൽ പരിശോധന നടത്താറുണ്ടെങ്കിലും 1 മണിയോടുകൂടിയാണ് ഇന്ന് സംഘമെത്തിയത്. ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് വനത്തിനകത്ത് വിശദമായ പരിശോധന നടത്തി. പിന്നീട് ഒരു 5 മണിയോടുകൂടിയാണ് സംഘം തിരിച്ചുപോയത്. നേരത്തെ 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ നിന്നും കണ്ടെത്താനായില്ല എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് വരുന്ന ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കർണാടകയിൽ ധർമ്മസ്ഥലയിൽ ഒരുപാട് സ്ത്രീകളെ, ഒരുപാട് പേരെ, പുരുഷന്മാരും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി വണ്ടികളിൽ ഓട്ടോയിലൊക്കെ കൊണ്ടുപോകണവരെ, അതുപോലെ നടന്ന് അവരെയൊക്കെ ഓരോ ജോലികൾക്കായിരുന്നാലും സ്കൂളുകളിലായിരുന്നാലും കോളേജിലായിരുന്നാലും ഇങ്ങനെ പോകുന്നവരെ പിടിച്ചുകൊണ്ട് പോയി ഓരോ സംഘമായിട്ടായിരിക്കും ഇങ്ങനെ കൊണ്ടുപോകണത്. കൊണ്ടുപോയിട്ട് അവരെ ബലാത്സംഗം ചെയ്ത് കൊണ്ടുവന്ന് ഉയരോടെയൊക്കെ അവരെ കുഴിച്ചു മൂടുകയാണ്. ഒരു ലോറി ഡ്രൈവർ ഈ ഇടയ്ക്ക് പറയുകയുണ്ടായി, ധർമ്മസ്ഥലയിലെ ഈ സംഭവം ഇത് ഇങ്ങനെ പരിശോധന നടക്കാനായിട്ട് എത്തി നിൽക്കുന്ന ആ സമയത്ത് ആൾ പറയുകയുണ്ടായി, ഇത് പാതിരാത്രിയിൽ ആൾ ലോഡ് കയറ്റി ഒരു ഓട്ടം പോയ സമയത്ത് ഒരു പെൺകുട്ടി പൂർണ്ണ നഗ്നമായിട്ട് ഇങ്ങനെ ഓടി വരുന്നു, ബ്ലഡിൽ കുളിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ആള് വണ്ടി ഒരു സൈഡിനോട്ട് നിർത്തിയിട്ട് ഫുള്ള് ബ്ലഡിൽ കുളിച്ച് ഓടി വരണം. ഈ ആളിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി, പൂർണ്ണ നഗ്നതയായിട്ട്. എന്നിട്ട് നോക്കുമ്പോൾ കാണാം ബാക്കിൽ നിന്ന് ഒരു 3-4 പേര് ഓടി വരുന്നുണ്ട്, പയ്യൻ സെറ്റുകൾ. ഈ പെൺകുട്ടിയെ ഓടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഈ ആൾ കുറച്ചുകൂടെ ഇച്ചിരി ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ഒരു കാട്ടിനകത്തോട്ട് ഒരു തോടോ അങ്ങനെ കണ്ടുണ്ടായ അവിടെ നിന്ന് ഈ കുട്ടി അങ്ങോട്ടങ്ങ് എടുത്ത് ചാടി അത് ഓടിയെന്ന് അതിനെയൊക്കെ എന്നേ തീർത്തിട്ടുണ്ട് യവന്മാർ. അതിനുശേഷം ഈ ആളിന് എന്തിനിവിടെ നിൽക്കണം എന്ന് എന്തിന് നിൽക്കണം എന്ന് ചോദിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ട് ഇയാൾ കുറച്ചുകൂടെ മുമ്പോട്ട് വണ്ടി എടുത്ത്, ഇത് കർണാടകയിൽ നടന്ന സംഭവമാണ്. അന്ന് ഇത് ഒരുപാട് വർഷങ്ങളായ കാര്യം. അയാൾ ഈ സംഭവം നടക്കുന്ന ആ സമയത്ത് പറയണതാണ്. കുറച്ചുകൂടെ വണ്ടി മുമ്പോട്ട് എടുത്തിട്ട് ഇയാൾക്കങ്ങ് പേടിയായിപ്പോയിന്ന്. രാത്രി അവിടെയെങ്ങും ഒരാൾ പോലും ഇല്ല, വനമേഖലയും അങ്ങനെയുള്ള സ്ഥലത്ത്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയതിന് ശേഷം വീണ്ടും ആ ആൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പം വീണ്ടും യവന്മാർ ഉഴപ്പിച്ച് നോക്കുന്നു. പിന്നെ ഈ ആൾ പേടിച്ചിട്ട് അങ്ങ് പോയി. ആ പെങ്കൊച്ചിനെ കാണാനില്ല. അതിനെയൊക്കെ എന്നേ കൊന്നിട്ടുണ്ട്. 1-2 എന്തായാലും ഇത് തെളിയണം, ഇത് തെളിയട്ടെ. ഇനിയിപ്പോൾ പട്ടാളക്കാരെയോ അങ്ങനെയൊക്കെ ഇറക്കുന്നെന്നാണ് പറയുന്നത്. പോലീസന്മാരൊക്കെ അങ്ങ് കാവൽ, ഒരുപാട് പോലീസന്മാരങ്ങനെ കാവലിരിക്കുകയാണ്. ഇത്രയും ജനങ്ങളെല്ലാം കൂടെ ഇടിച്ചു കയറി വന്നാണ് ഇവിടെ ഈ അന്വേഷണത്തിനിടയിൽ തടസ്സം നിന്ന്. അപ്പം യവന്മാർക്കെല്ലാം ഇതിൻ്റെ പിന്നിൽ പങ്കുണ്ട്. മാധ്യമപ്രവർത്തകരെയൊക്കെ ഉപദ്രവിച്ചതിൻ്റെ കാര്യം അവരിനി മാധ്യമപ്രവർത്തകർ അവിടെ ആ സ്ഥലത്ത് വരാതിരിക്കാനും അവരിങ്ങനെ വെളിയിലോട്ട് ന്യൂസുകൾ വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരുപാട് പേരിൽ എത്തിക്കഴിഞ്ഞു. ഇത് തെളിയട്ടെ. സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ ആ വീട്ടിൻ്റെ ഭാഗത്ത് തന്നെ മാധ്യമ പ്രവർത്തകരോ കണ്ട് ചെന്ന് ഫോട്ടോയും കണ്ടൊക്കെ എടുത്തു. അവർക്കൊക്കെ അറിയാന്നുള്ള കാര്യമാണ്. യവന്മാർ ഇതിൻ്റെ പിന്നിൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സൗജന്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ, അത് ഇനി കോളേജിൽ അങ്ങോട്ട് പോയ വഴിക്കായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ആ വീട്ടിൻ്റെ അവിടെ കിടന്ന ആ വണ്ടിയൊക്കെ തകർത്ത്, അതുപോലെ മാധ്യമപ്രവർത്തകരെ വണ്ടിയും എല്ലാവരെയും അവന്മാർ ഉപദ്രവിച്ച്, കൂടുതലും ഇത് ന്യൂസുകാരെ ഉപദ്രവിക്കാനാണ് വന്നത്. യൂട്യൂബർമാരും ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഉപദ്രവിച്ച്. കർണാടകയിലുള്ള ആ ഒരു യൂട്യൂബറെ ഗുരുതരാവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. പയ്യനാണ് ഇതെല്ലാം നിന്ന് എല്ലാവരിലേക്കും കാട്ടിക്കൊടുത്തത് ആ യൂട്യൂബർ. എന്തായാലും ഇത് സത്യം പോലെ തെളിയട്ടെ.